ബിന്ദു പത്മനാഭനെ താൻ കൊന്നുവെന്ന് സെബാസ്റ്റ്യൻ്റെ മൊഴി ക്രൈംബ്രാഞ്ചിൻ്റെ മുമ്പിൽ വന്നു. ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ കസ്റ്റഡി വാങ്ങാനായിട്ട് ചേർത്തല കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. കസ്റ്റഡി റിപ്പോർട്ടിലാണ് സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനെ കൊന്നു എന്ന കുറ്റസമ്മത മൊഴി ഹാജരാക്കിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് കുറ്റസമ്മതം നടത്തിയ സെബാസ്റ്റ്യനെ കോട്ടയം ക്രൈംബ്രാഞ്ച് മുമ്പിലാണ് നടത്തിയത് കൊണ്ട് ചേർത്തല ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ജയിലിൽ പോയി സെബാസ്റ്റ്യൻ്റെ ദേഹത്ത് തൊട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം ഇപ്പം ചേർത്തല കോടതിയിൽ കസ്റ്റഡിയിൽ ചോദിച്ചിരിക്കുകയാണ്. ബിന്ദു പത്മനാഭനെ ആണ് ആദ്യം സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്നൊക്കെയാണ് ഇതുവരെയുള്ള വാർത്തകൾ. ബിന്ദുവിനെ 2002 മുതൽ സെബാസ്റ്റ്യനോട് അടുപ്പമുണ്ടായിരുന്നെന്നും ബിന്ദുവിൻ്റെ വിലപിടിപ്പുള്ള ഒത്തിരി സ്വത്തുക്കൾ വിറ്റഴിക്കപ്പെട്ടു എന്ന് സെബാസ്റ്റ്യൻ മുഖേന 2006 ശേഷം ബിന്ദുവിനെ കാണാനില്ല. അവർ നല്ല സുന്ദരിയായ സ്ത്രീയായിരുന്നു. അവർ ബാംഗ്ലൂരാണ്. അവർ MBAക്കാരിയാണ്. സെബാസ്റ്റ്യൻ കൂടെ ബാംഗ്ലൂരിൽ പോകുമായിരുന്നുവെന്നും കുറ്റസമ്മതത്തിൽ പറയുന്നു. കുടകിലും കോയമ്പത്തൂരിലും വേളാങ്കണ്ണിയിലുമൊക്കെ അവരോടൊപ്പം പോയിട്ടുണ്ട് എന്നും മൊഴി കൊടുത്തു. പോലീസിന് മുമ്പിൽ കൊടുത്ത കുറ്റസമ്മത മൊഴി കോടതിയിൽ കൊടുത്തെങ്കിലും ഇന്ത്യൻ നിയമം അനുസരിച്ച് പോലീസിന് മുമ്പിൽ കൊടുക്കുന്ന കുറ്റസമ്മത മൊഴിക്ക് വിലയില്ല. പക്ഷേ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് മുന്നോട്ട് പോകാം, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. ആ വിവരം പോലീസ് എന്തുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്, ഇയാളെ കസ്റ്റഡി ചോദിക്കുന്നതിൻ്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ കുറ്റസമ്മത മൊഴി അയാൾ മൊഴി നൽകിയെന്നും അത് പോലീസ് രേഖപ്പെടുത്തിയെന്നും ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ പ്രവീണ് 2017 തൻ്റെ സഹോദരിയെ കാണാനില്ല എന്ന് പറഞ്ഞ് സെപ്റ്റംബർ 17 പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിരുന്നു. അതെങ്ങും എത്തിയിട്ടില്ല. അതിനുശേഷം ബിന്ദു പത്മനാഭൻ്റെ സ്വത്തുക്കൾ ബിന്ദു പത്മനാഭന് പകരം വേറെ സ്ത്രീകളെ വെച്ച് കൈമാറ്റം ചെയ്ത് അത് വിറ്റഴിച്ചു എന്ന് കണ്ടെത്തി പോലീസ്. അതിലേക്ക് സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തു. സെബാസ്റ്റ്യനെ റിമാൻഡ് ചെയ്തു. ആ കേസ് സമയത്ത് ബിന്ദു പത്മനാഭൻ എവിടെ എന്നുള്ള കാര്യം പോലീസ് ചോദിച്ചിട്ടുണ്ടോ ഇല്ലെന്ന സംശയം. ബിന്ദു പത്മനാഭന് പകരം അവരുടെ വസ്തു വിൽക്കാൻ നേരത്ത് അവർക്ക് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ത്രീയെ കൊണ്ടുവന്നു എന്നാണ് അന്നത്തെ പോലീസ് കേസ്. അതിനെ ഇയാളെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം കുറ്റസമ്മതം ഇത്രയും ദിവസം നടത്താതിരുന്നെങ്കിലും ഇപ്പോൾ കുറ്റസമ്മതം നടത്തി കോട്ടയം ക്രൈംബ്രാഞ്ച് മുമ്പിൽ നടത്തിയെന്നാണ് വരുന്നത്. ഇയാൾ കടക്കരപ്പള്ളി സ്വദേശിനി ശശിയോട് ദല്ലാളായ സോഡാ പൊന്നപ്പൻ 4 വർഷം മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു. ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അത് വർഷങ്ങൾക്ക് മുമ്പ് സോഡാ പൊന്നപ്പൻ പറഞ്ഞത് അതിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കടക്കരപ്പള്ളി സ്വദേശിനി ശശികല. അവർ ഭയപ്പെട്ടു പോയി. ബിന്ദു ഇപ്പം ജീവിച്ചിരിപ്പില്ല, അവരെ കൊല ചെയ്തു സെബാസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അവർ റെക്കോർഡ് ചെയ്ത ഒരു ശബ്ദം പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്തു. അയാൾ അവസാനം സമ്മതിച്ചു. അവരുമായിട്ട് കുടക്, അതുപോലെ തന്നെ കോയമ്പത്തൂർ, അങ്ങനെ പല സ്ഥലം ബാംഗ്ലൂർ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് അയാൾ കുറ്റസമ്മതം നടത്തി. ഇപ്പം ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത് ഇവരെ കൊന്ന് ബാംഗ്ലൂരോ അല്ലെങ്കിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും അവർ കൊന്ന് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവണം, അതിന് സഹായിയായിട്ട് മറ്റാരെങ്കിലും കൂടെ ഉണ്ടാവും എന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. ഇപ്പോഴത്തെ ഈ കേസിൽ അയാളെ കസ്റ്റഡി ചോദിച്ചിട്ട് ബാംഗ്ലൂർ, അതുപോലെ കുടക്, കോയമ്പത്തൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതിയുമായിട്ട് ഇപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൊണ്ടുപോകാനാണ്
ശ്രമിക്കുന്നത്. അതിലേക്കാണ് കസ്റ്റഡി ചോദിച്ചിരിക്കുന്നത്. CBCIDയിലെ ക്രൈം ബ്രാഞ്ചിലെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ഹേമന്ത് കുമാറും സംഘവുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കോടതിയിലെ ക്രൈം ബ്രാഞ്ചിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ M. വിനോദും കോടതിയിലെ ഇയാളെ കസ്റ്റഡി കിട്ടേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 2002 ആണോ കൊല്ലപ്പെട്ടത് അതോ 2006 പക്ഷേ 2017 മുതൽ ഇവരെ കാണാനില്ല എന്നൊരു കേസാണ് സഹോദരൻ പ്രവീൺ കൊടുത്തത്. കാരണം അതുവരെ ഇവർ ബാംഗ്ലൂർ ഉണ്ടാവുമെന്നാണ് ആ സഹോദരനും വീട്ടുകാരും ഒക്കെ കരുതിയത്. പക്ഷെ പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞപ്പം ബിന്ദു ജീവിച്ചിരിപ്പില്ല, അത് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് ഒരു കേസ് അദ്ദേഹം പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അതിനൊരു FIR ഉണ്ട്. എന്തായാലും സെബാസ്റ്റ്യൻ നമ്മൾ വിചാരിക്കുന്ന ആളല്ല. അയാൾ എൻ്റെ കണക്കനുസരിച്ച് തുടക്കത്തിലെ പല ടാക്സിക്കാരെയും കൊന്നവരെ കാറെടുക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ വരുന്നത് കേരളം മുഴുവൻ ഈ കേസ് ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരെയും വാഹനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, ഡെഡ് ബോഡി വഴിക്ക് ഉപേക്ഷിക്കുകയോ കലുങ്ങിനടി കയറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പല കേസുകളും തെളിവില്ലാതെ പോയിട്ടുണ്ട്. ചില കേസുകൾ സെബാസ്റ്റ്യനല്ലാതെ ചില ഗ്യാങ്ങുകളെ അന്ന് കൊന്ന ആൾക്കാരെ വണ്ടിയിൽ ലഭിച്ചു, ബോഡിയിൽ ലഭിച്ച് 2-3 കേസ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അന്നു മുതലേ തുടക്കത്തിലെ ഈ കേസ് ഏറ്റുമാനിലുള്ള അച്ചൻകുഞ്ഞ് എന്നൊരു ടാക്സി ഡ്രൈവറെ വാഹനം പിടിച്ചുകൊണ്ട് പോയി ഏലപ്പാറയ്ക്കും അതുപോലെ ഇരാറ്റുപേട്ടയ്ക്കും ഇടയിലെ മലഭാഗത്ത് കൊന്നു വലിച്ചെറിഞ്ഞ ശേഷം ആ കാർ എടുക്കാൻ ശ്രമിച്ചു. കാറിന് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായി. പിന്നെ അത് കൊണ്ടുപോകാതെ 2 ചെറുപ്പക്കാർ 19-20 വയസ്സുള്ള വെളുത്ത് സുന്ദരനായ പൊക്കം കുറഞ്ഞ ഒരാളും കറുത്ത് മെലിഞ്ഞ 25-26 വയസ്സുള്ള ആളുമാണ് ആ കൃത്യം ചെയ്തത്. അന്ന് മുതൽ ആ ലോക്കൽ പോലീസും ക്രൈം ബ്രാഞ്ചും അന്വേഷിച്ചിട്ട് തെളിയാതെ വന്നപ്പം 1982 കാലഘട്ടത്തിൽ ആ കേസിൻ്റെ അന്വേഷണം ഞാൻ ഏറ്റെടുത്തിരുന്നു. പക്ഷേ ഇങ്ങനെ വ്യക്തതയുള്ള 2 ചെറുപ്പക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ ചെറുപ്പക്കാരനാണ് ഇപ്പോഴും സെബാസ്റ്റ്യൻ എന്ന് ഞാൻ സംശയിക്കുന്നത്, 100% സംശയിക്കുന്നു. സെബാസ്റ്റ്യൻ തന്നെ. സെബാസ്റ്റ്യൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അയാളെ ഒരു വണ്ടിയിൽ കിളിയായിട്ട് പോയി. ആ വണ്ടിയിലെ ഡ്രൈവറായി പിന്നെ ടാക്സി ഓടിച്ചിരുന്നു അവർ ആലപ്പുഴ ചേർത്തല ഭാഗത്ത്. അതിനുശേഷം സ്വന്തമായിട്ടൊരു ടാക്സി ഒപ്പിച്ചു എന്ന് മനസ്സിലാകുന്നു. പിന്നീട് കുറേ നാൾ പലർക്കും ടാക്സികൾ കച്ചവടം ചെയ്തു എന്ന് മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം അയാളൊരു പ്രൊഫഷണൽ കില്ലറായി വന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. പല സ്ത്രീകളുമായിട്ട് അയാൾ അടുപ്പം കാണിച്ചിട്ട് അവരെ കൊന്ന് അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കുന്നതും അവരുടെ കയ്യിലിരിക്കുന്ന സ്വർണങ്ങളും അവരുടെ പേഴ്സിലിരിക്കുന്ന പൈസകളും തട്ടിയെടുക്കുന്നതും അയാൾക്ക് അയാളുടെ ആലപ്പുഴയിലുള്ള വസതിയിലെ ആ കോമ്പൗണ്ടിൽ പലരെയും ഡെഡ് ബോഡിയുടെ അംശങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തലയോട്ടി കിട്ടിയിട്ടുണ്ട്, അസ്ഥിഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇയാളൊരു പ്രൊഫഷണൽ സൈക്കിക് കില്ലറാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് സഹായിച്ച ഒരാൾ ഇപ്പോൾ ഒളിവിൽ പോയിട്ടുണ്ട്. പലരും ഇയാളുടെ ഒപ്പം കൊണ്ട് പണത്തിന് വേണ്ടി ആരെയും കൊന്നു. ആ ബോഡി കഷ്ണമാക്കി കീറി മുറിച്ച് തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ വളരെ എക്സ്പെർട്ടായ ഒരു സൈക്കോ കില്ലറാണ് സെബാസ്റ്റ്യൻ എന്നാണ് ഞാൻ കരുതുന്നത്.